ഹേ ഹേ വീട്ടിലെത്തി സംഭവബഹുലമായിട്ടുള്ള കുറച്ച് യാത്രയായിരുന്നു. അബുദാബി ഫ്ലൈറ്റ് RTയുടെ ബസ്സിലായിരുന്നു ദുബായിൽ നിന്ന് അബുദാബിക്ക് എത്തിയത്. നമ്മളെ മാക്സിൽ നിന്ന് കയറിയിട്ട് അബുദാബിയിൽ ഇറങ്ങി. പക്ഷെ ഭയങ്കര ആൾ കുറവായിരുന്നു. മേ ബി സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, ആൾ കുറവാണ്. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും അത്രയും വലിയൊരു എയർപോർട്ടിൽ ആളില്ലാണ്ട് കാണുമ്പോൾ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭയങ്കര സഹകരണമായിരുന്നു അവിടുത്തെ ആൾക്കാരെ. അലേർട്ട് വന്നു. അലേർട്ട് ഇപ്പം നമ്മളെ ഇവിടുത്തെ പോലെയല്ല, ഫോണിൽ വന്നിട്ടില്ലായിരുന്നു. അവർക്ക് അലേർട്ട് വരിക. അപ്പോൾ അവർ വന്നിട്ട് നേരെ അകത്ത് കയറാൻ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്തിനകത്ത് കയറുന്നത്, കാരണം നമ്മൾ ടൈം ആയിട്ടില്ല. നോക്കുമ്പോൾ എല്ലാവരും കയറുന്നുണ്ട്, പുറത്തുള്ള ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. പിന്നെ മനസ്സിലായി ഓക്കെ അലേർട്ട് വന്നതാണെന്നല്ല. നമുക്കറിയില്ല അലേർട്ട് വന്നിട്ടില്ല, കാരണം നമുക്ക് വന്നിട്ടില്ല. അകത്ത് കൊണ്ടുപോയിട്ട് ഒരു ബങ്കർ പോലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, അങ്ങോട്ട് കയറ്റി. അങ്ങനെ പറഞ്ഞു ബാഗൊന്നും എടുക്കേണ്ട, അവിടെ വെച്ചോ, തിരിച്ചു വരുന്നു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ ഇൻ്റർസെപ്റ്റ് ചെയ്ത് അതിൻ്റെ പ്രശ്നം മാറിയപ്പം അവർ പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അത് ഭയങ്കര അത്ഭുതമായിട്ടോ. കാരണം നമുക്കിപ്പോൾ ഒരു അലേർട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാനൊക്കെ ഇപ്പോൾ പുറത്താണെങ്കിൽ ഒന്ന് ജസ്റ്റ് മേലോട്ട് നോക്കും, അതേപോലെ തന്നെ അവിടെ ഇരിക്കും. പക്ഷെ അവർ അലേർട്ട് വന്നു കഴിഞ്ഞാൽ അവരെത്രത്തോളം കോൺഷ്യസ് ആകുന്നുണ്ട്, മറ്റുള്ളവരെ കുറിച്ച് കുറച്ചുകൂടി എന്താ പറയുക കൺസേൺ ആകുന്നുണ്ട് എന്നുള്ളത് തോന്നിയത് അപ്പോഴാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ സീരിയസ്നെസ് ഇത്രയാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. പുറത്തുള്ള എല്ലാവരും അകത്ത് കൊണ്ടുപോയിട്ട് ഒരു സേഫ് ഏരിയയിലാക്കി എന്നിട്ട് പിന്നെ തിരിച്ചിറക്കി. കുറച്ചൊന്ന് പേടിച്ചെങ്കിലും അവരായിട്ടുള്ളൊരു കണക്ഷന്, ലൈക്ക് അവരുടെ ഒരു പ്രവൃത്തി അടിപൊളിയായിരുന്നു നമ്മളായിട്ടുള്ള. ഞങ്ങൾ രാത്രി അവിടെ എത്തി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ട്രാവലിങ് ബുദ്ധിമുട്ടാവും. മഴ അല്ലെങ്കിൽ ഡ്രോൺ അങ്ങനെ എന്തെങ്കിലും അലേർട്ട് വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇഷ്യൂ ആയി റോഡ് ബ്ലോക്ക് ആവുക എന്താ ചെയ്ത് കഴിഞ്ഞാലൊന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ എത്തിയത്. അബുദാബിയിൽ നിന്ന് മോർണിംഗ് ആയപ്പോൾ തന്നെ ഫ്ലൈറ്റ് കയറി. എത്തിഹാദിൻ്റെ എക്കണോമിക് ക്ലാസ് ആയിരുന്നു. നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, റൈസും പാസ്തയും ഒക്കെ ഉണ്ടായിരുന്നു. വിൻഡോ സീറ്റിൽ വേണ്ടി വിൻഡോ സീറ്റ്. കാലിക്കറ്റ് എത്തിയപ്പോൾ 2:30-3 മണിയായിട്ടുണ്ട് ഇറങ്ങിയപ്പോൾ. അവിടെ നിന്ന് ടാക്സി എടുത്താൽ മതി. പിന്നെ ഒരു ഓളത്തിന് അങ്ങ് നടന്ന് താഴോട്ട് വന്ന്. ഓക്കെ, ഇപ്പോൾ ടാക്സിക്ക് അകത്തുനിന്ന് ക്യാഷ് ചോദിച്ചപ്പം ടാക്സി വരുന്നത് 1000-900 പക്ഷേ ഷാഫി പറഞ്ഞ് 1000-900 അത്രയൊന്നും ആവില്ലടാ, പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും ചീപ്പായിട്ട് കിട്ടും പറഞ്ഞ്. എന്നാൽ ഓക്കെ ട്രയൽ അടിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളും പോയി. അവിടെ എത്തിയപ്പോൾ 1200 ലാസ്റ്റ് ടാക്സി വിളിച്ച് അങ്ങോട്ട് പോകുന്നത്. ഭയങ്കര ഹൈ. ലൈക്ക് നിങ്ങൾ ആരെയും ടാക്സി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പുറത്തേക്കൊന്നും വരണ്ട, എല്ലാം അകത്തുനിന്ന് തന്നെ എടുത്താൽ മതി. വെറുതെ പുറത്ത് വന്നിട്ട് ടാക്സിക്ക് കുറയും അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റീസെൻറ്റ് പ്രൈസ് തന്നെയാണ് അവർ പറയുന്നത്. 900 ഓക്കെയാണ്. പിന്നെ ഊബറൊക്കെ ഉണ്ട്. ഊബർ ബുക്ക് ചെയ്തിട്ട് ആൾ ഫോൺ എടുത്തില്ല, അല്ലെങ്കിൽ ഫോൺ കണക്റ്റ് ആയില്ല. അപ്പം ഞാൻ ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ എടുക്കാൻ പറ്റിയില്ല. ഊബറായിട്ട് കുറേ പ്രശ്നങ്ങളുണ്ട്. സാധാരണ ഇപ്പം കണ്ടുവരുന്ന ആ പ്രശ്നമല്ലേ ടാക്സിക്കാരായിട്ടുള്ള ആ പ്രശ്നം ഇവിടെ ഉണ്ട്. പക്ഷേ അവിടെ ഊബർ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുവാണെങ്കിൽ അതാണ് ബെറ്റർ. ബിക്കോസ് ഊബറിനകത്ത് 600 വരുന്നുള്ളൂ, 600-700 വരുന്നുള്ളൂ. നമ്മളെടുത്തത് 1200. സോ ആ ഒരു നല്ല ഡിഫറൻസ് ഉണ്ട്. പിന്നെ കിട്ടി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത്. ഇവിടെ അടിപൊളിയാണ്. കുറച്ച് ചൂടുണ്ടെന്നുള്ളൂ, ബാക്കിയുള്ള എല്ലാം അടിപൊളിയാണ്. ബാക്ക് ടു ഹോം എന്ന് പറയുന്നൊരു മൂഡില്ലേ, അത് വേറൊരു ഫീൽ തന്നെയാണ്. ദാറ്റ്സ് ഇറ്റ്. ഇനി കുറച്ച് കോണ്ടന്റ് ചെയ്യണമെന്നുണ്ട്, കുറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം ചെയ്യണം പതിയെ സമയമുണ്ട് ഒരുപാട്. ബൈ.